ശ്രീത്ത്, ഈ ശ്രീലങ്ക തീരാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. അവർക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങളിലൂടെ പോകുന്നവരാണ്. പക്ഷേ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യുന്നതിലാണ് ഇപ്പോൾ കൂടുതൽ താല്പര്യമെന്ന് തോന്നുന്നു. ഇതിന് പിന്നിലൊരു ഗൂഢശക്തിയും കൂടി ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ നേർക്കാണ്. അത് വളരെ ഗൗരവത്തിൽ ഇന്ത്യ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണല്ലോ തെളിയുന്ന കാര്യം. കാരണം വർഷങ്ങൾക്ക് മുൻപ് ഇത്തരം ഈ മത്സ്യത്തൊഴിലാളികളെ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നും ശ്രീലങ്കയുടെ അതിർത്തി പ്രദേശങ്ങളിലെത്തി മത്സ്യം പിടികൂടുന്ന മത്സ്യത്തൊഴിലാളികളെ ആക്രമിക്കുന്നത് പതിവാണ്. അവരെ വെടിവെക്കുന്നത്, അവർ മരണപ്പെടുന്നതെല്ലാം നിരന്തര സംഭവങ്ങളായി ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായി മറുപടി നൽകുമെന്ന പ്രസ്താവനകളെല്ലാം വന്നതിന് ശേഷം അങ്ങനെ പിന്നീട് നാം അത്തരം റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇടക്കാലത്ത് ഇന്ത്യയും ഈ ശ്രീലങ്കയിൽ ചൈന വലിയ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നല്ലോ. ആ കാലത്തെല്ലാം ഇന്ത്യയുമായി നിരന്തരം പ്രശ്നത്തിൽ ഏർപ്പെടുന്നത് ശ്രീലങ്ക പതിവായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് സാർ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സാമ്പത്തികമായി വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥ ആ രാജ്യത്ത് കണ്ടിരുന്നു. കാരണം ATMകളിൽ പൈസയില്ല, പെട്രോളിനെല്ലാം വലിയ തീ പിടിച്ച വില, പട്ടിണി പരിവട്ടുമായി ആ രാജ്യം തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു അധികാര കൈമാറ്റം ഉണ്ടാകുകയും അവിടെയുള്ള പ്രസിഡന്റ് ഇന്ത്യയിലെത്തി തന്നെ ഇന്ത്യയുമായി നല്ല ബന്ധത്തിലേക്കായിരിക്കും ഇനി മുന്നോട്ട് പോകുക എന്നതും അതോടൊപ്പം തന്നെ ഇന്ത്യക്കെതിരായ ഒരു പ്രവർത്തനങ്ങളും ഉണ്ടാകില്ലെന്ന് ഇന്ത്യൻ മണ്ണിൽ നിന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ അത് ലംഘിച്ചുകൊണ്ടാണ് നിലവിൽ 13 മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ വെടിയുതിർത്തിരിക്കുന്നത്. അതിൽ 5 പേരുടെ നില അതീവ ഗുരുതര അവസ്ഥയിലാണ്. അതോടൊപ്പം തന്നെ അവരുടെ വള്ളങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെതിരെ ഇന്ത്യ കർശനമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ഹൈക്കമ്മീഷണറെ, ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറെ വിളിച്ച് ഇതിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ശക്തമായി തന്നെ അവരുടെ നാവികസേനയാണ് ഇന്ത്യൻ സൈനികർക്കെതിരെ ഇത്തരം വെടിയുതിർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പറയുന്നത് ഇത്തരം ഈ മത്സ്യത്തൊഴിലാളികളെ സൈനികരെ ഉപയോഗിച്ച് നേരിടുന്നത് ശ്രീലങ്കയ്ക്ക് ആപത്താണ്. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും പിന്നോട്ട് പോകണമെന്നും മത്സ്യത്തൊഴിലാളികളോട് മനുഷ്യത്വപരമായി പെരുമാറണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ശ്രീലങ്കയിലെ ജെഫ്ന ആശുപത്രിയിലാണ്, ഇന്ത്യയുടെ വലിയ സ്വാധീനമുള്ള പ്രദേശത്ത്, ആ പ്രദേശത്തെ ഒരു ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ 5 പേരും ചികിത്സയിലുള്ളത്. അതോടൊപ്പം തന്നെ ബാക്കി ഉള്ള 8 പേരെയും അവരുടെ സൈനികർ, ശ്രീലങ്കൻ സൈന്യം പിടികൂടിയിട്ടുണ്ട്. എന്തായാലും ഇത്തരം ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തമിഴ്നാട്ടിലായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതിഷേധം ഉണ്ടാവുക. കാരണം തമിഴ്നാട് സ്വദേശികളാണ്. കാരണം ശ്രീലങ്കയും തമിഴ്നാടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ, അതിർത്തി പ്രദേശമാണ്. അങ്ങനെ ഇവർ മത്സ്യം പിടികൂടാൻ പോകുമ്പോഴാണ് ഇത്തരം ആക്രമണങ്ങൾ പതിവായിരുന്നത്. പക്ഷേ ഇടക്കാലത്ത് ഇന്ത്യ ആ മേഖലയിലെല്ലാം കൂടുതൽ സൈനികരെല്ലാം വിന്യസിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ശ്രീലങ്കൻ സൈനികർ ഭയപ്പെട്ടു മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പണ്ട് നാം ഒരു പത്രങ്ങൾ നിരന്തരം നോക്കുമ്പോഴറിയാം ഇത്തരം മത്സ്യത്തൊഴിലാളികളെ പിടികൂടുന്നതും വെടിവെക്കുന്നതെല്ലാം പതിവ് സംഭവമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ ഇന്ത്യ കർശനമായി തന്നെ നിലപാട് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം, ബംഗ്ലാദേശ് ഒരു വശത്ത് വലിയ തലവേദനയായി മാറി നിൽക്കുമ്പോഴാണ് മറ്റൊരു രാജ്യം കൂടി ഇന്ത്യക്കെതിരായി വരുന്നത്. മുൻകാലങ്ങളിൽ മാലിദ്വീപായിരുന്നു. ബംഗ്ലാദേശിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഈ സംവരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തിയിൽ വലിയ സംഘർഷങ്ങൾ നടക്കുകയാണ്. മുള്ളുവേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സൈനികരും ഇന്ത്യയിലെ നാട്ടുകാരും തമ്മിൽ പലയിടങ്ങളിൽ സംഘർഷങ്ങൾ നടക്കുന്ന വീഡിയോകൾ ഉൾപ്പെടെ പുറത്തു വന്ന ആ മേഖല മുഴുവൻ ഇന്ത്യ ഇപ്പോൾ മുള്ളുവേലി കെട്ടാനുള്ള തയ്യാറെടുപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യവും ഇന്ത്യക്കെതിരായി തിരിയുന്നത്. അതെന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തെയായിരിക്കും വലിയ രീതിയിൽ സ്വാധീനിക്കാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ അവർ ഇത്തരം വിഷയങ്ങൾ തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സർക്കാരുകൾ. പക്ഷേ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മോദി സർക്കാർ വന്നതിന് ശേഷം ഈ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്. ആ ജാഗ്രത എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ മറ്റൊരു രീതിയുമുണ്ട്. ഇന്ത്യയിൽ കയറി ആക്രമിക്കുക, ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും ദോഷം വരുത്തുന്ന നടപടിയിലേക്കെല്ലാം പോയാൽ അത് വലിയ തിരിച്ചടി നൽകി ആ രാജ്യങ്ങളെ ഒതുക്കുന്നതാണ് പതിവ്. കാരണം നാം 2 തവണ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം 2 ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ തിരിച്ച് ആ രാജ്യത്തേക്ക് കടന്നു കയറി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് മ്യാൻമാറിൽ നാം കണ്ടിരുന്നു. മ്യാൻമാറിൽ നിന്നുള്ള ഭീകരവാദികൾ ഇന്ത്യൻ ഗ്രാമങ്ങളിലെത്തി ആക്രമിക്കുമ്പോൾ ആ രാജ്യത്തേക്ക് കടന്നു കയറി ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി. അങ്ങനെ എന്തായാലും ശ്രീലങ്കയും ഇത്തരം അമിതമായ ആക്രമണങ്ങൾ നടത്തുകയാണെങ്കിൽ അത്തരം ഒരു ആക്രമണം തന്നെ ഇന്ത്യയുടെ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു നയത്തിലേക്ക്, അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാനുള്ള
ശ്രമം ഇപ്പോൾ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ ചർച്ച നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇത്തരം കർശനമായ നിലപാടുകൾ ഇന്ത്യയുടെ പൗരന്മാർക്കെതിരെയുള്ള വെടിവയ്പ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോവുകയോ ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികളെ പിടികൂടുകയോ ചെയ്യുന്നതിൽ ഇന്ത്യ ആശങ്കയും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിൽ പക്ഷേ ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നത്, കാരണം മാസങ്ങൾക്ക് മുൻപായിരുന്നു അവിടുത്തെ പുതിയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുമായി നല്ല സൗഹൃദം ആഗ്രഹിക്കുന്നു എന്നുള്ള പ്രസ്താവനയുമായി അദ്ദേഹം മടങ്ങിപ്പോയിട്ട് മാസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായതെന്ന് എല്ലാവരും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. എന്നാലും ഈ ഇന്ത്യ സമീപത്തെ എല്ലാ രാജ്യങ്ങളുമായി മികച്ച ബന്ധം ആഗ്രഹിക്കുമ്പോഴും ആ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്കെതിരെ നിരന്തരം ഇത്തരം പ്രശ്നങ്ങളുമായി വരികയാണ്. ചിലപ്പോൾ ഇതിന് പിന്നിലെല്ലാം ചൈനയുടെ സ്വാധീനമുണ്ടോ എന്നും ഇന്ത്യ നോക്കുകയാണ്, വീക്ഷിച്ചു വരികയാണ്. പ്രത്യേകിച്ചറിയാം അവിടുത്തെ തുറമുഖം ഉൾപ്പെടെയുള്ളവ വലിയ രീതിയിൽ തന്നെ ചൈനയെല്ലാം സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ, പണം നൽകിയും ചൈന ചെയ്യുന്നത് അതാണ്. പല രാജ്യങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാനായി വലിയ തോതിൽ തന്നെ നിക്ഷേപങ്ങൾ ആ രാജ്യത്ത് നടപ്പിലാക്കുകയും പിന്നീട് ആ രാജ്യത്തെ ഇന്ത്യക്കെതിരെ തിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അത് നാം മാലിയിൽ കണ്ടതായിരുന്നു. മാലിയിൽ എല്ലാ കാലത്തും ഇന്ത്യയുടെ സഹായങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ഒരു ചെറിയ രാജ്യമാണ്. ഇന്ത്യയിൽ നിന്നും ടൂറിസ്റ്റുകൾ അവിടെ എത്തുകയും മറ്റ് സഹായങ്ങൾ, സൈനിക സഹായം ഉൾപ്പെടെ ആ രാജ്യത്ത് നൽകിയാണ് ആ രാജ്യം പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഇടക്കാലത്ത് ചൈനയുടെ സ്വാധീനം ആ രാജ്യത്ത് വർദ്ധിക്കുകയും ആ ചൈന സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണാധികാരി അവിടെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് മോദി എതിർക്കുകയും കേന്ദ്ര മന്ത്രിസഭയിലെ പല അംഗങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ അവിടെയുള്ള മന്ത്രിമാർ തന്നെ തയ്യാറാകുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ ഇന്ത്യ ആ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ പ്രചരണം നടത്തിയിരുന്നു. മാലിദ്വീപിനെതിരെയും ഈ ലക്ഷദ്വീപിനെ മുന്നോട്ട് വെച്ചു. അങ്ങനെ ആ പ്രചരണം നടത്തിയതിന് പിന്നാലെ മാലിദ്വീപിലേക്ക് ടൂറിസ്റ്റുകൾ കടന്നു വരാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ കടന്നു വരാത്ത സാഹചര്യത്തിലായിരുന്നു ഇപ്പോൾ ലക്ഷദ്വീപ് ഇപ്പോൾ വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടല്ലോ. മാലിദ്വീപ് തവരുകയും ലക്ഷദ്വീപ് ഉയർന്നു വരികയുമുണ്ട്. അങ്ങനത്തെ രീതിയിലുള്ള പല തന്ത്രങ്ങൾ ഇന്ത്യ നേരിട്ട് യുദ്ധം ചെയ്തില്ലെങ്കിലും ഇത്തരം മൃദുവായ സമീപനങ്ങളെടുത്ത് മറ്റു രാജ്യത്തെ തകർക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ പോയിട്ടുണ്ട്. കാരണം 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടം നാം എടുത്തു നോക്കിയാൽ അറിയാം. കാരണം ഇന്ത്യയിൽ നിരന്തരം ബോംബ് സ്ഫോടനങ്ങളും മുംബൈ സ്ഫോടനം ഉൾപ്പെടെയുള്ളവ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിലാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിരുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യമല്ലേ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നിപ്പോൾ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഇക്കാര്യങ്ങളിൽ ശ്രീലങ്കയോട് പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ കൊല്ലപ്പെട്ടത് ശ്രീലങ്കയുമായുള്ള പ്രശ്നത്തിൻ്റെ പേരിലാണ്. രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടത് അന്ന് പുലികളുമായുള്ള LTTയുമായുള്ള പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീലങ്ക വിഷയവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ കൊല്ലപ്പെട്ടത് തന്നെ. അതുകൊണ്ട് തന്നെ ശ്രീലങ്ക വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ എല്ലാ കാലത്തും ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. ആ ജാഗ്രത ഇനിയും ഉണ്ടാകാനാണ് സാധ്യത. ഇത്തരം ആക്രമണങ്ങൾക്ക് മറുപടി തന്നെ ഇന്ത്യ നൽകുമെന്ന് നോക്കിക്കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി വിദേശകാര്യ മന്ത്രിയുടെ ഉൾപ്പെടെ പ്രസ്താവനകൾ വരാനുണ്ട്. അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമെന്നെല്ലാം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ എന്താണ്, ഇന്ത്യ ശക്തമായി മറുപടി കൊടുക്കുമോ അതോ ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമോ എന്നതും ഇനി കാത്തിരുന്ന് കാണണം.